ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഗെയിം രണ്ടാമത്തെ ആഴ്ച പകുതിയോടടുക്കുന്നു. സത്യത്തിൽ ബിഗ് ബോസിലെ നിലവിലെ സാഹചര്യത്തിൽ 4 മുറികളാണുള്ളത്. ഒരു പവർ റൂമും 3 കഷ്ടപ്പാടുകളുടെ പ്രതീകമെന്ന് ബിഗ് ബോസ് വിളിച്ച 3 മുറികളും. അതിൽ പവർ റൂമിൽ താമസിക്കുന്നവർ ജോലിയൊന്നും ചെയ്യേണ്ടതില്ല. മറ്റു 2 മുറികളിലും മറ്റു 3 മുറികളിലും താമസിക്കുന്നവരാണ് വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത്. വീട്ടിലെ പല അധികാരങ്ങളും പവർ റൂം അംഗങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിലെ ഒരേ ഒരു റൂമിലെ അംഗങ്ങൾക്ക് മാത്രം പണി ചെയ്താൽ മതി, ബാക്കി 3 റൂമിലെ അംഗങ്ങൾക്കും വെറുതെ ഇരിക്കാം എന്നുള്ളതാണ്. കാര്യം സംഭവിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഗബ്രിയെയും ജാസ്മിനെയും ആശ്വസിപ്പിക്കാനായി റസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിലെ പവർ റൂമിനുള്ളിൽ പ്രവേശിച്ചിരുന്നു. ഇതിന് ശിക്ഷയായി റസ്മിന് 2 ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് തന്നെ ചെയ്യണം എന്നൊരു ശിക്ഷ നൽകി. അതിന്റെ ഫലമായി ഫ്ലോർ ക്ലീനിങ് ടീം ആയിരുന്ന ടീമിന് 2 ദിവസത്തെ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അസിറോക്ക് കിച്ചൺ കീകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പവർ റൂമിൽ കയറുകയും ഒക്കെ ചെയ്തതിനുള്ള ശിക്ഷയായി 3 ദിവസത്തേക്ക് ബാത്റൂം ഏരിയ ക്ലീൻ ചെയ്യുന്നതിന് അസിറോക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടി ബാത്റൂം ക്ലീനിങ് ടീമിനും ഇനി അടുത്ത 3 ദിവസത്തേക്ക് റെസ്റ്റ് ലഭിക്കും. സത്യത്തിൽ പവർ ടീം ഇനി ബിഗ് ബോസ് വീട്ടിൽ പണി ചെയ്യേണ്ടത് ആകെ ഒരു ടീമിന് മാത്രമാണ്, കുക്കിംഗ് ടീമിന്. കുക്കിംഗ് ടീമിൽ പാത്രങ്ങൾ കഴുകാനായി വെസൽസ് കഴുകാൻ വേണ്ടി ജാസ്മിൻ ഉണ്ടാകും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സത്യത്തിൽ ഇനി ബിഗ് ബോസ് വീട്ടിൽ പണിയെടുക്കേണ്ടത് ഒരേ ഒരു ടീം, അത് കിച്ചൺ ടീം മാത്രമാണ്. പവർ ടീം അവർക്ക് ജോലികളൊന്നും ചെയ്യേണ്ടാത്തത് കൊണ്ടും ഫ്ലോർ ക്ലീനിങ് ടീമും ബാത്റൂം ക്ലീനിങ് ടീമും അവരുടെ ജോലികൾ ശിക്ഷയായി മറ്റ് ചില മത്സരാർത്ഥികൾക്ക് നൽകിയത് കൊണ്ടും പണിയെടുക്കാതെ ഈ ആഴ്ചയിൽ ഏതാനും ദിവസം ഇരിക്കാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പവർ ടീം അംഗങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ടീം അംഗങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ ടീം അംഗങ്ങളും വെറുതെ ഇരുന്ന് ബോറടിക്കും എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ഗൗരവമായ ടാസ്കുകളും ഒന്നും കൊടുക്കാത്ത ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ച ഒരു വശമാകും എന്നതാണ് സത്യം. ഇങ്ങനെ മത്സരാർത്ഥികളിൽ വിരസതയുണ്ടാക്കിയിട്ട് പിന്നീട് ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കും. ഏതായാലും കാര്യങ്ങൾ രസകരമായില്ലേ?